എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാള മാസത്തിന്റെ പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഓണക്കാലമായിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വയനാടുണ്ടായ ദുരന്തത്തിൽ അതിൽപ്പെട്ട എല്ലാവരും എത്രയും വേഗം സാധാരണഗതിയിലായിത്തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളുടെ ഒരു തുടർ പരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് കിട്ടുന്ന വൈദ്യുതി നമ്മൾക്ക് തന്നെ നേരിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. അതാണ് ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ. അപ്പോൾ പലർക്കും സംശയം, ഈ ഡയറക്റ്റ് സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ഇതിൽ പ്രധാനമായും ഡിറ്റക്ട് ചെയ്യുന്നത് സോളാർ എനർജിയെയാണ്. അപ്പോൾ ഇതിൽ സപ്പോർട്ടിങ്ങിനായിട്ട് ഷെയറിങ്ങിന് വേണ്ടി ഗ്രിഡ് ലൈനും കൂടി കൊടുക്കാമെന്നുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇതിൽ A to Z റിവേഴ്സ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് സോളാർ എനർജി ഗ്രിഡ് ലൈനിലോട്ട് കയറി പോവുകയോ സോളാർ എനർജി ഡയറക്റ്റ് ഔട്ട്പുട്ടിലോട്ട് പോവുകയോ ചെയ്യുന്നതല്ല. അതിനുവേണ്ടി പ്രത്യേകം റെക്ടിഫയറുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് പ്രൊട്ടക്ഷൻ ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം ഷോപ്പുകളിലും അതേപോലെ ഓഫീസുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വീടുകളിൽ ഡേ ടൈമിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. ഒത്തിരി ആളുകൾ ഈ കൊറോണയെ സംബന്ധിച്ച് വീട്ടിലിരുന്നൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഓഫീസുകൾ അതിന് ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്. ഡേ ടൈമിൽ ഡയറക്റ്റ് സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോകുന്ന ഒരു വിഷയം വരുന്നില്ല. സാധാരണ ഗ്രിഡ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടും. ആ ഒരു പ്രശ്നം നമുക്ക് സാധാരണ വീടുകളിലുള്ള ഇൻവെർട്ടർ വെച്ച് പരിഹരിക്കാം. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ കറണ്ട് പോകുന്നതുണ്ട്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ പോകുന്ന മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ കയ്യിലുള്ള ഇൻവെർട്ടർ മതിയാവില്ല. സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ളത് സിംഗിൾ ബാറ്ററി സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ സിംഗിൾ ബാറ്ററി സിസ്റ്റത്തിൽ ചിലപ്പോൾ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമുക്കിത് ഡയറക്റ്റ് സോളാർ സിസ്റ്റം അവിടെ വീടുകളിൽ പ്രയോജനപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായിട്ടും വൈദ്യുതി ഉണ്ട്. വൈദ്യുതി ഒരു കാരണവശാലും നിലയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി തൊട്ട് 4 മണി വരെ ഇതിൻ്റെ എഫക്റ്റീവ് ടൈമാണ്. അപ്പോൾ നോർമലി നമ്മൾ 8 പാനൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി തൊട്ട് പ്രൊഡക്ഷൻ വന്നു തുടങ്ങും. അപ്പോൾ 7 മണി തൊട്ട് പ്രൊഡക്ഷൻ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ സോളാർ ഡിറ്റക്ട് ചെയ്തെങ്കിലും പോരായ്മയുള്ള വൈദ്യുതി, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറവുള്ള വൈദ്യുതി ഗ്രിഡിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണിയോടുകൂടി 75% എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 25% ആ ടൈമിൽ മതിയാകും. അപ്പോൾ അതാണ് ഈ ഡയറക്റ്റ് സോളാർ സിസ്റ്റം. പിന്നെ ഒത്തിരി പേർ ഇത് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുമോ, രാത്രിയും കൂടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ ബാറ്ററി നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു അഡീഷണൽ ചിലവുണ്ട്. നമ്മൾ ഈ ഒരു സിസ്റ്റം വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് വലിയൊരു കോസ്റ്റ് വരുന്ന ബാറ്ററിയും അതേപോലെ വലിയൊരു കോസ്റ്റ് വരുന്ന ട്രാൻസ്ഫോമറും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 സിസ്റ്റവും കൂടി ഇതിലോട്ട് തിരിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് ഫുൾ ടൈം, അതായത് 24 hours ഈ ഒരു ഇൻവെർട്ടർ തന്നെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എണ്ണമാണ് ബാറ്ററി വേണ്ടത്. വലിയൊരു എണ്ണമാണെങ്കിലും അതിൻ്റെ ഏജ് കുറവ് മതി എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതിൽ 18 ബാറ്ററി വെച്ചാൽ ഇത് ഫുൾ ടൈം, അതായത് സോളാർ എനർജി വൈകുന്നേരം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി ബാക്കപ്പിൽ ഫുൾ ടൈം ഓടിക്കാവുന്നതാണ്. അപ്പോൾ ആ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ട്, അതായത് 18 എണ്ണം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഏജ് വളരെയധികം കുറക്കാം. ബാറ്ററിയുടെ എണ്ണം കൂടുമ്പോൾ വോൾട്ട് കൂടുമ്പോൾ ഡിസ്ചാർജ് കുറയും, അതായത് കൺസംഷൻ ചെയ്യുന്ന ആംബിയർ കുറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറഞ്ഞ AH മതി എന്ന് പറയുന്നത്. ഇതിൽ 20 AH 15 AH ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 20 AH ആയാലും 15 AH ആയാലും 50,000 രൂപയിൽ താഴെയുള്ള ഒരു ചെലവേ വരുന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മളൊരു 36 വോൾട്ട് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ വെക്കേണ്ടത് 200, 220, 240 AHന്റെ ബാറ്ററി വെച്ചാലേ നമുക്ക് 24 hours വർക്ക് ചെയ്യുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ നമുക്ക് 3 ബാറ്ററി വാക്കുന്ന ചെലവേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതൊരു ലാഭകരമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ
നോർമലി ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുന്നത് പോലെ ഇതിലൊരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ കൂടി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെയും കൂടി ചിലവ് വരുന്നു. പകൽ ടൈം ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലൊരു ചാർജർ കൂടി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു കോസ്റ്റ് വരുന്നു. ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണഗതിയിലുള്ള ചാർജറല്ല ഇതിന് വെക്കേണ്ടത്. 18 ബാറ്ററി ആകുമ്പോൾ ഹൈ വോൾട്ടേജ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും വോൾട്ടേജിൽ ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ യൂണിറ്റും കൂടി അഡീഷണൽ വെക്കണം. അപ്പോൾ അത് വോൾട്ടേജ് കൂടിയത് കൊണ്ട് അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന സിസ്റ്റം 10 kW ആണ്. അതായത് 10,000 വാട്ട്സിൻ്റെ ഇൻവെർട്ടറാണ്. അപ്പോൾ 10,000 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ ഈ യൂണിറ്റ് ഹെവി ലോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ ലൈറ്റ് ലോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ യൂണിറ്റ് ഹെവി ലോഡിന് വേണ്ടി മാത്രമുള്ളതാണ്. പലരുടെയും സംശയം വോൾട്ടേജ് കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ വെയിൽ കുറയുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു പോകുമോ, ഔട്ട്പുട്ട് കുറയുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് കുറയും, പക്ഷേ വോൾട്ടേജിൽ വലിയൊരു വ്യത്യാസം വരില്ല. കാരണം ഇത് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ടും, അതേപോലെ ഇത് DSP PIC IC വെച്ചിട്ടുള്ള മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പരമാവധി സ്റ്റഡി ആക്കി തന്നെ നിർത്തുന്നു. അതുകൊണ്ട് ഇതിനെ പ്യൂർ സൈൻ വേവ് ഇൻവെർട്ടർ എന്ന് തന്നെ പറയാം. ആ ഒരു ടെക്നോളജിയാണ് ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 10,000 വാട്ട്സിൻ്റെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ലോഡിൻ്റെ പരിധി വളരെയധികം കൂടുതലായതുകൊണ്ടും, അതേപോലെ ഇതിൽ 8 പാനൽ 2 സ്ട്രിങ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് രാവിലെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാകും. രാവിലെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെളിച്ചം വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ 10,000 വാട്ട്സ് ആണെങ്കിൽ രാവിലെ തൊട്ട് തന്നെ നമുക്ക് ഫുൾ ടൈം ഈ സോളാർ ഓപ്ഷൻ ആയിരിക്കുള്ളൂ. അതായത് നമുക്ക് രാവിലെ തുടങ്ങി തന്നെ ഇത്രയും ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ട് രാവിലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു. കാരണം നമ്മൾ 10,000 വാട്ട്സിൻ്റെ പാനലാണ് ഇതിലോട്ടുള്ള ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 10,000 വാട്ട്സിൻ്റെ പാനലിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയത് ഒരു പകുതിയെങ്കിലും, അല്ലെങ്കിൽ ഒരു 40% ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള അവസ്ഥയിലും നമുക്ക് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 10 തൊട്ട് 4 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി വരുന്ന സമയമാണ്. അതിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി തൊട്ട് 2 മണി വരെയാണ് പീക്ക് ടൈം. നമുക്ക് ആ പാനലിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് 12 മണി തൊട്ട് 2 മണി വരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2 സ്ട്രിങ് ഉള്ള യൂണിറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം വൈദ്യുതി, അതായത് രാവിലെ തൊട്ട് വൈദ്യുതി ആയിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി കൂടി ആഡ് ചെയ്താൽ ഇത് 24 വോൾട്ട് സിസ്റ്റമായിട്ട് വരും. അതല്ല, ഇനി നമ്മുടെ വീട്ടിൽ 2 ബാറ്ററിയുടെ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ആ 2 ബാറ്ററി കണക്ട് ചെയ്തിട്ട് വീട്ടിൽ ഉപയോഗിക്കാം. കാരണം ഓഫീസുകളിലും ഷോപ്പുകളിലും നൈറ്റിൻ്റെ വലിയൊരു ആവശ്യം വരുന്നില്ല. ഓഫീസ് വൈകുന്നേരം അടക്കും. ഷോപ്പിലാണെങ്കിൽ വൈകുന്നേരം ഈ 2 ബാറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പ് അടയ്ക്കുന്നവരെ ആ ഒരു യൂണിറ്റ് വെച്ചിട്ട് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ നിലവിലുള്ള ഇൻവെർട്ടർ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് ഈ ഇൻവെർട്ടർ വെക്കുമ്പോൾ കളയേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ബാറ്ററി സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് രാത്രിയിലുള്ള കാര്യങ്ങൾ ഇതിൽ നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 8 പാനൽ 2 സ്ട്രിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് കാണിച്ച 7 kW ഇൻവെർട്ടർ നമുക്ക് ഇതിൽ ഈ 2 സ്ട്രിങ് പാനലിൽ യൂസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് നേരത്തെ പറഞ്ഞ പ്രക്രിയ തന്നെയാണ്. രാവിലത്തെ സമയവും വൈകുന്നേരത്തെ സമയവും നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രക്രിയയെ കുറിച്ച് പറഞ്ഞെങ്കിലും ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഒത്തിരി പേരുടെ കമൻറ്റുകൾ വളരെ സ്പീഡിൽ പറയണം, അതേപോലെ വളരെയധികം ചുരുക്കി പറയണം എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കണ്ടത്. പക്ഷേ ഇതൊരു തുടക്കക്കാർക്കോ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു അറിവുള്ളവർക്കോ ഞാനിത് വളരെയധികം സ്പീഡിൽ പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല. അതേപോലെ വളരെ ചുരുക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ കുറേയൊക്കെ മറച്ചു വെച്ചുകൊണ്ടോ കുറേയൊക്കെ വിഴുങ്ങിക്കൊണ്ടോ ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം തന്നെ കിട്ടില്ല. നമ്മളിപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പല പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ വരുന്നതനുസരിച്ച് അത് തീർത്തു കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ മാക്സിമം വളരെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും ആൾക്കാർക്ക് പെട്ടെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ഓടിപ്പോകുന്ന അല്ലാത്ത രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം.
ഇതാണ് 10,000 വാട്ട്സ് കൊടുക്കാവുന്ന 230 വോൾട്ട് AC ഔട്ട്പുട്ട് തരുന്ന ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് എക്സ്ട്രാ ഹെവി യൂണിറ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഹെവി യൂണിറ്റിൽ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ 5 kW-ലും 7.5 kW-യിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. കാരണം ഹെവി ലോഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറുകളൊക്കെ പൊതുവെ കാഴ്ചയിൽ ഒരു MPPT ആണെന്നാണ് ജനങ്ങളുടെ ധാരണ. അപ്പോൾ പലരും ചോദിക്കുന്നത് പുതിയ ടൈപ്പ് MPPT ഉണ്ടോ എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. ഇത് MPPT അല്ല, പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ തന്നെയാണ്. അപ്പോൾ അവർ കാഴ്ചപ്പാടിൽ അത് MPPT പോലെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ക്യാബിനറ്റ് ഒന്ന് മാറ്റിയതാണ്. കുറച്ചാൾ ആ ക്യാബിനറ്റിന് ഷോർട്ടേജ് വന്നു. പിന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു വളരെ ഭംഗിയുള്ള ക്യാബിനറ്റുകൾ ലഭ്യമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്യാബിനറ്റിലോട്ട് മാറി. അപ്പോൾ ഈ ക്യാബിനറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ ഔട്ടർ കേസ് ഊരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് കാണിച്ചിട്ടുള്ളതിൽ ഡിസ്പ്ലേയും അതിന്റെ LED കണക്ഷൻസ് ഒക്കെ അതിലുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അത് ഊരാനായിട്ട്. ഇല്ലെങ്കിൽ അതിന്റെ വയറുകളെല്ലാം പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വിഷയമില്ല. എല്ലാം ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ആയിട്ട് നോർമൽ ഇൻവെർട്ടർ എങ്ങനെയാണോ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ ഫ്രണ്ട് പാനൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് പാനൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ശരിക്കുള്ള ഇൻവെർട്ടർ തന്നെയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റ് തന്നെ ഒരു ഹെവി ക്യാബിനറ്റ് ആണ്. നല്ല പൊക്കമുള്ളതും നല്ല വീതിയുള്ളതും തിക്നെസ് ഉള്ളതൊക്കെ തന്നെയുള്ള ക്യാബിനറ്റ് ആണ്. എന്നാലേ നമുക്ക് ഇതിൽ ഇത്രയും വലിയ യൂണിറ്റുകൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉള്ള സെയിം സിറ്റുവേഷനൊക്കെ തന്നെയാണ് ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നേരെ ടോപ്പ് സൈഡിൽ നിന്നും അതിന്റെ മുൻവശ ഭാഗത്തോട്ട് മാറി. അപ്പോൾ നമുക്ക് ഇവിടെ ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇവിടെയാണ് സെൻസിങ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതായത് സെൻസ് ചെയ്തിരിക്കുന്നത് സോളാറും അതേപോലെ ഗ്രിഡ്, പിന്നെ നമുക്ക് ലോഡ് തരുന്ന ഔട്ട്പുട്ടിന്റെ ഇൻഡിക്കേറ്ററും. പിന്നെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇതിന്റെ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ സിസ്റ്റം ഓണിന്റെ താഴത്തെ ഒരു പുഷ് ഓൺ സ്വിച്ച് ഉണ്ട്. അത് നമ്മളുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. സാധാരണ ഡിസ്പ്ലേയിൽ VMPP ആയിരിക്കുള്ളൂ നോർമലി വരുന്നത്, ഗ്രാഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ VOC എത്രയാണ്, ആംബിയർ എത്രയാണ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ VMPPയിൽ നിന്നും ഈ VOCയിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കൂടി നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് ഈ സൈഡിൽ കാണുന്നത്. സോളാർ ഇൻപുട്ടും അതേപോലെ ഗ്രിഡ് ഇൻപുട്ടും. ശരിക്കും ഈ ഒരു ഇൻവെർട്ടർ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് സോളാർ ആയിരിക്കുള്ളൂ. കാരണം സോളാറിലായിരിക്കുള്ളൂ ഹെവി വോൾട്ടേജും VOCയും VMPPയും വരുന്നത്. അതുകൊണ്ട് ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് സോളാർ ആയിരിക്കും. അപ്പോൾ ഈ സോളാർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറുന്ന വിഷയം വരുന്നില്ല. കാരണം VMPP അത് VOC ഒക്കെ ഹൈ ആയിരിക്കുള്ളൂ. അതായത് നമ്മൾ ഈ ഗ്രിഡ് കൊടുക്കുന്നതിനേക്കാൾ ഹൈ ആയതുകൊണ്ടാണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം സോളാർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന VOC 400 ആണ്. അപ്പോൾ 400 ഉള്ളത് കൊണ്ട് നമ്മളുടെ ഗ്രിഡിനെക്കാളും ഏകദേശം ഇരട്ടിയാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സോളാറിലായിരിക്കുള്ളൂ. അത് കാരണം ഒരിക്കലും ഇത് ഗ്രിഡിലോട്ട് മാറുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇൻപുട്സ് എന്ന് പറയുന്നത് ഇവിടെ PV നെഗറ്റീവ്, PV പോസിറ്റീവ്, അതായത് പാനൽ വോൾട്ട് നെഗറ്റീവ്, പാനൽ വോൾട്ട് പോസിറ്റീവ്. പിന്നെ അടുത്തത് വരുന്നത് GN, അതായത് ഗ്രിഡ് ന്യൂട്രല്, GL, അതായത് ഗ്രിഡ് ലൈൻ. ഫേസ് ന്യൂട്രലുമാണ് ആ പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ കോഡിൽ പറയുന്നതുകൊണ്ടാണ് ന്യൂട്രലും ലൈനും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈനിലായിരിക്കുള്ളൂ ഇതേപോലെയുള്ള ടെസ്റ്ററുകൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലെ നമ്മളിവിടെ പാർട്ടീഷൻ വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഉണ്ട് 1, 2 ആണ്. അതിലാണ് PV മൈനസും PV പ്ലസും ഉള്ളത്. അപ്പോൾ നമ്മൾ സോളാറിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇപ്പുറത്തും അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാർട്ടീഷനിൽ ഇവിടെ തിരിച്ചിട്ടുണ്ട് സോളാർ ഗ്രിഡ് എന്നുള്ളത്. സോളാർ കൊടുക്കുമ്പോൾ സോളാറിലും ഗ്രിഡ് കൊടുക്കുമ്പോൾ ഗ്രിഡിലും കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ റിവേഴ്സ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരിക്കലും KCBയിലോട്ടോ തിരിച്ച് പാനലിലോട്ടോ ഇതിന്റെ ഔട്ട് കയറി പോകാതെ ഇരിക്കുന്നതിന് വേണ്ടി ഇതിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ സിസ്റ്റം
സിസ്റ്റം ഡാമേജ് വരികയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും KCBയിലോട്ട് സോളാർ ഇൻപുട്ട് കയറി പോകുന്നതല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമുക്കിത് KCB ആയിട്ടൊരു സാങ്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ PV നെഗറ്റീവ്, PV പോസിറ്റീവ്, ഗ്രിഡ് ന്യൂട്രല്, ഗ്രിഡ് ലൈൻ. അപ്പൊ ഈ PV നെഗറ്റീവ് എന്നുള്ളത് ഈ നെഗറ്റീവ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പോസിറ്റീവ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇൻവെർട്ടറിന് യാതൊരുവിധ തകരാറും സംഭവിക്കില്ല. നോർമലി നമ്മൾ നമ്മുടെ MPPT സോളാർ ചാർജ് കൺട്രോളിലൊക്കെ നമ്മൾ PV നെഗറ്റീവും PV പോസിറ്റീവിന്റെയും വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ വിവരം അറിയാൻ പറ്റും. അതിൽ ബസ് കപ്പാസിറ്ററുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ്, ഹെവി കപ്പാസിറ്ററുകളായുണ്ട്. അതേപോലെ തന്നെയാണ് GL, അതായത് ന്യൂട്രലും ലൈനും തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും യാതൊരുവിധ വിഷയവുമില്ല. പിന്നെ ഇതിൽ നിന്നും കുറച്ച് അകലെ മാറിയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് OL, അതായത് ഔട്ട്പുട്ട് ന്യൂട്രല് ലൈന്. അപ്പോൾ ഇതിന്റെ ന്യൂട്രലും ഫേസും ഇതിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. നമ്മളപ്പോൾ ഇതിനു മുമ്പ് ചെയ്തത് എല്ലാം കൂടി ഒറ്റ ഒരു ഹെവി ഡ്യൂട്ടി കണക്ടറിലായിരുന്നു. അപ്പോൾ ഈ കണക്ടർ നമ്മൾ ഇതിലോട്ട് മാറ്റി സ്ഥാപിച്ചേക്കുന്നതുകൊണ്ട് ഇതിന്റെ ഇൻപുട്ട് എടുത്ത് ഒരിക്കലും ഈ ഔട്ട്പുട്ടിൽ കൊടുക്കാൻ സാധ്യതയില്ല. ഇതിനു മുമ്പ് പലരും ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ ഈ ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന ഘടകമായ IGBT ബേൺ ചെയ്തു പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കുവാനാണ് നമ്മൾ ഈ ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും വളരെ അകത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിലും സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, ഇവിടെയും സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ പോർഷൻ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വയറെല്ലാം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണോണ്ട് ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആ ലൈൻ അഴിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല. കാരണം ഈ സ്റ്റിക്കർ പൊളിച്ചു കളഞ്ഞാലേ ആ ലൈൻ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ലൂസാകാൻ സാധ്യത തീരെയില്ല. അപ്പോൾ ഈ സ്ക്രൂ എല്ലാം ഈ സ്ക്രൂവിൽ തന്നെ കണക്ട് ചെയ്താൽ മതി. ഇതൊരു ഹെവി ഡ്യൂട്ടി കണക്ടർ ആയതുകൊണ്ട് ഇതിന് ഡാമേജ് വരുക 99% കുറവാണ്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്, എർത്തിങ്, അതായത് ഗ്രൗണ്ട് ചെയ്യലാണിത്. അപ്പൊ ഗ്രൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിവിടെ ഈ ബോൾട്ടിൽ എർത്ത് ലൈൻ ഒരു സോക്കറ്റ് ഇട്ടിട്ട് ഇതിലോട്ട് ഡയറക്റ്റ് കൊടുക്കുക. കാരണം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. കാരണം ഇതിൽ സോളാറും ഗ്രിഡും എല്ലാം കൂടി കയറുമ്പോൾ നമുക്ക് ഈ ബോഡി പക്കയായിട്ട് എർത്ത് ചെയ്തിരിക്കണം. AC-യും ഫ്രിഡ്ജും അതേപോലെ വരുന്ന ഹെവി യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി എർത്ത് ലൈൻ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. പിന്നെ നമ്മളിവിടെ ഒരു സോക്കറ്റ് വെച്ചിരിക്കുന്നത് ഇതിന്റെ സെറ്റപ്പ് സ്വിച്ച് ആണ്. നമുക്കിത് കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി പുറമേ ഒന്ന് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ വെളിയിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ വരുന്നത് ഇവിടെ ഒരു കൂളിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സാധാരണ ഹെവി ഡ്യൂട്ടി ഫാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൂളിംഗ് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് നോർമലി ഇൻവെർട്ടറിൽ വരുന്ന ഒരു സ്വിച്ച് ആണ്. അതായത് നമ്മൾ ഗ്രിഡ് ലൈനൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെർട്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഹോള് കവർ ചെയ്യാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ, വേറെ ഇതിൽ വിഷയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ അകവശം ഒന്ന് തുറന്നു നോക്കാം. ഇതിന്റെ അകവശം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 7 kV ചെയ്ത അതേപോലുള്ള ബോർഡുകളൊക്കെ തന്നെയാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ബോർഡിൽ തന്നെ നോർമൽ IGBT അതിൽ 8 എണ്ണം ഇട്ടിട്ടാണ് നമ്മൾ 7 kV ചെയ്തിരിക്കുന്നത്. അതേപോലെ 5 kW ചെയ്തിരിക്കുന്നത് 4 IGBT നോർമൽ ഇട്ടിട്ടാണ്. അപ്പോൾ 7 kWയിൽ വെച്ചിരിക്കുന്ന സെയിം വലിയൊരു കപ്പാസിറ്റർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഏകദേശം 5000 UF 450 വോൾട്ടിന്റെ ആണ്. നല്ല ഹെവി ആയിട്ടുള്ള കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഈ ഹെവി കപ്പാസിറ്ററുകളൊക്കെ ഡിസ്ചാർജ് ആകാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ലൈനിലൊക്കെ ഉള്ളിൽ തൊടുമ്പോൾ കറണ്ട് ഓഫ് ആണെങ്കിലും, അതായത് സോളാർ ഓഫ് ആയാലും ഗ്രിഡ് ഓഫ് ആയാലും ഇതിൽ വലിയൊരു കറണ്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അകത്തൊക്കെ നമ്മൾ സ്പർശിക്കുമ്പോൾ 10 മിനിറ്റിന് ശേഷമേ ഇതിൽ തൊടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ മദർ ബോർഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ മദർ ബോർഡിനോട് ചേർന്നാണ് ഇതിന്റെ ഹെവി ആയിട്ടുള്ള കോയിൽ വെച്ചിരിക്കുന്നത്. ഈ കോയിൽ നമ്മൾ 7 kVനേക്കാളും കുറച്ചുകൂടി ഹെവി ആയിട്ടാണ് ഈ കോയിലിന്റെ വൈൻഡിങ് ഇരിക്കുന്നത്. 3 ഇഞ്ച് ഫെറൈറ്റ് റിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ഭാഗത്താണ് ഇതിന്റെ റെക്ടിഫയർ വരുന്നത്. അതായത് സോളാർ ഇൻപുട്ടും KCB ഇൻപുട്ടും ഈ റെക്ടിഫയർ വഴിയാണ് കയറി പോകുന്നത്. 100 ആംപിയറിന്റെ 1000 വോൾട്ട് കപ്പാസിറ്റി ഉള്ള റെക്ടിഫയർ ആണ്. അപ്പൊ ഈ റെക്ടിഫയർ വഴി ആണ് നമുക്ക് ഇതിലോട്ട് വരുന്ന ഇൻപുട്ടിനെ DC ആക്കി വിടുന്നത്. അപ്പോൾ നമ്മൾ KCB AC ആയതുകൊണ്ട് അതിനെ ഇവിടുന്ന് നമ്മൾ DC ആക്കി ബോർഡിലോട്ട് തന്നെ വിടുന്നു. അതേപോലെ സോളാർ ലൈൻ DC തന്നെയാണെങ്കിലും ഒന്നുകൂടി പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടെ വീണ്ടും റെക്ടിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിവേഴ്സ് പ്രൊട്ടക്ഷനും അതേപോലെ ഗ്രിഡിലോട്ട് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇനിയുള്ളത് ഇവിടെ ഒരു ഔട്ട്പുട്ടിൽ വരുന്ന വലിയൊരു കപ്പാസിറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റഡിയാക്കി നിർത്താനുള്ള ഒരു കപ്പാസിറ്റർ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ, അതായത് മെയിൻ IC നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളതാണ്. എല്ലാ ഇൻവെർട്ടറിലും, അതായത് നമ്മൾ ഇവിടെ കിട്ടുന്ന K ആയാലും LD ആയാലും MPPT ആയാലും ഇതിൽ ഉപയോഗിക്കുന്ന 30F 2010 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മൈക്രോ കൺട്രോളർ ആയിട്ടുള്ള IC ആണ് അതിൽ ഉപയോഗിക്കുന്നത്.
ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ വളരെ ഒതുക്കി ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുൾ ആയിരിക്കുന്ന പോലെ തോന്നിയത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് LCD ഡിസ്പ്ലേ അതേപോലെ LED ഡിസ്പ്ലേയും ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ബോർഡിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നോർമൽ IGBT അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള IGBT മോഡ്യൂൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ വെയിറ്റ് ഉള്ള ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ അത്രയും തരത്തിലുള്ള IGBTയുടെ സെയിം ഹീറ്റ് സിങ്ക് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 IGBT മോഡ്യൂളാണ് വെച്ചിരിക്കുന്നത്. 150 ആംപിയറും 1200 വോൾട്ടുമാണ് IGBTയുടെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് 2 വലിയ കപ്പാസിറ്ററുകളാണ്. 2 IGBTക്കും നമ്മൾ ഡിസ്ചാർജിന് വേണ്ടിയും പ്രൊട്ടക്ഷന് വേണ്ടിയും കൊടുത്തിരിക്കുന്നത് 1200 വോൾട്ടിന്റെ നല്ല ക്വാളിറ്റിയുള്ള ആൽക്കൽ എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. 2 IGBTക്കും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ IGBTയുടെ ബോർഡിൽ നിന്നുള്ള സെൻസിങ് കണക്ഷൻ ആണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് IGBTയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഈ വരുന്ന കണക്ഷനിലെല്ലാം ഫെറൈറ്റ് റിങ്ങുകളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇവിടെ വലിയൊരു കൂളിംഗ് സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് 4 ഇഞ്ച് ഡയറക്റ്റ് ഫാൻ ആണ്, അതായത് AC ഫാൻ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ AC ഫാൻ ഈ IGBTയിലോട്ടും ഹീറ്റ് സിങ്കിലോട്ടും ഡയറക്റ്റ് ഫുൾ ടൈം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഈ IGBTനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അതായത് കേടുവരുത്താണ്ടിരിക്കാൻ ഇതിന്റെ ചൂട് എപ്പോഴും നോർമലി ഉള്ള കണ്ടീഷനിലാകുന്നതിന് വേണ്ടിയാണ് ഇതേപോലെയുള്ള ഹെവി കൂളിംഗ് സിസ്റ്റം വെക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന 10 കിലോ വാട്ട് അല്ലെങ്കിൽ 10,000 വാട്ട്സ് ഇൻവെർട്ടറിന്റെ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.